ഫോർട്ട് കൊച്ചിയാണ് ഗൈസ്. ഫോർട്ട് കൊച്ചി 30-ാം തീയതി അല്ലേ മേ? 30-ാം തീയതി ഞങ്ങൾ വന്നിരിക്കണ്ട. 30-ാം തീയതി, അതായത് 31-ാം തീയതി കൊച്ചിക്കാർക്ക് ഇട്ട് കൊടുത്തിട്ട് 30-ാം തീയതി ഞങ്ങളിവിടെ ആഘോഷിക്കാൻ വന്നേട്ടാ. 31-ാം തീയതി അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ നാട്ടിൽ, നമ്മുടെ വൈപ്പില്ലേ, നമ്മുടെ ഇടനക്കാട് തന്നെ അല്ലേ, ശരിക്കും 30-ാം തീയതി നമ്മൾ വന്നിട്ട് 30-ാം തീയതി നമ്മൾ കൊച്ചിക്കാർക്ക് ഇട്ട് കൊടുക്കാൻ നല്ലത്. അല്ലെങ്കിൽ ആകെ കൺജസ്റ്റഡ് ആയി പോകാം. ഗായ്സ്, നിങ്ങളിനി കാണാൻ പോകുന്ന കാഴ്ച നോക്കിക്കോട്ടെ. കടൽ ഇറങ്ങിപ്പോയിക്കുന്ന സീനാണ്ടാ. കണ്ട കടൽ ശരിക്കും ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം. ഇവിടെയൊക്കെ ഫുള്ള് കടല. അപ്പുറം കാണുന്നതാണ് LNG കേട്ടോ. LNGയില അവിടെ കപ്പലെടുക്കുന്നതാണ്ടാ. പിന്നെ ഡീസലോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇറക്കാനൊക്കെ എന്തെങ്കിലും ആയിരിക്കും. ശരിക്കും ഇറങ്ങിപ്പോയല്ലേ കടല്. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു സുനാമി ഉണ്ടോ മനസ്സിലൊന്ന്. സുനാമി വരുമ്പോ ഗൈസ്, ഞാൻ ഈ കാഴ്ച കണ്ടപ്പോഴേ ഒരു ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എന്താ സംഭവം. അപ്പോൾ പുള്ളി പറഞ്ഞാൽ മോനെ വേലിയിറക്കമാണ്, ആ സമയത്താണ് ഇങ്ങനെ ഇത്രയും വെള്ളം ഇറങ്ങി പോകണമെന്ന്. അല്ലെങ്കിൽ ഈ കാണുന്ന സീവാള് വരെയും വെള്ളം ആയിക്കോട്ടോ. നല്ല മീൻ്റെ സ്മെല്ലാണ്, വറക്കണ മീൻ്റെ സ്മെല്ല്. ഇവിടെ നിന്നാണോ? ഇവിടെ നിന്ന് തന്നെ നല്ല മീൻ വറക്കണം മണം കേട്ടോ. ഇവിടെ നിന്നാണ് കംപ്ലീറ്റ് വേലിയിറക്കത്തില്ലാണ്ട് ഭാഗമുണ്ടോ. വെള്ളമൊക്കെ ഇറങ്ങി പോകുന്നു കണ്ടോ. ഇപ്പം നാളെ മറ്റെന്തൊക്കെ ആയിട്ട് ഇവിടെ ഫുള്ള് വെള്ളമായി. അതാണ് ഇവിടുത്തെ ഒരു പ്രതിഭാസം. നമ്മളപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചിയിൽ 31-ാം തീയതി വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര റഷായിരിക്കും. പ്രത്യേകിച്ച് കൊച്ചിക്കാർക്ക് ആഘോഷിക്കേണ്ട ഒരു സംഭവം ഉണ്ടോ ഈ പറയുന്ന കൊച്ചിയിലെ പരിപാടികൾ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ 31-ലെ പരിപാടി പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പേഴ്സണലി എനിക്ക് പലരെയും പരിചയമുണ്ട്. അപ്പോൾ ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ള അറിവും പിന്നെ നമ്മൾ ഈ പത്രമാധ്യമങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ വെച്ച് പറഞ്ഞേട്ടോ. ഇപ്പം ഈ പിള്ളേർ കളിക്കുന്ന സ്ഥലമൊക്കെ വെള്ളം വന്നിട്ടുണ്ടെങ്കിലേ അവിടെ നിൽക്കാൻ പോലും പറ്റില്ല. അമ്മാര് സ്ഥലം എന്നാണ്ടാ ഇപ്പം ആളുകൾ ഓടി കിടക്കണം. ഭയങ്കര ആൾക്കാരാണ്ട കൊച്ചി ഫുള്ള്. അമ്മയുടെ ഒപ്പം നടക്കാനേ ഭയങ്കര അടിപൊളിയാണ്ട. കാരണം ഞങ്ങൾ നടക്കുമ്പോൾ എപ്പോഴും തല്ലി പിടിക്കും. അതാണ് അതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഇത് ലാസ്റ്റ് പെറിയാണ്ട വൈപ്പിൽ നിന്നുള്ള, ഇത് ലാസ്റ്റ് വൈപ്പിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകണ്ട. കൊച്ചിയിലാണ് അച്ചു വെക്കണ. ഞങ്ങളപ്പോൾ കഴിഞ്ഞതിന് പോകുന്നു. അവരപ്പോൾ അവിടെ നിൽക്കുക വേണ്ട. ഇതിപ്പോ കുറച്ചുള്ളൂ, കഴിയാറായി. ഇതിപ്പോ നാളെ 31-ാം തീയതി ഇത് 4 മണി ആയിട്ടുണ്ടെങ്കിൽ ബൈക്കും കയറ്റില്ല, ആളെ മാത്രം വെച്ചിട്ടുള്ള സർവീസ് ആയിക്കോട്ടോ. നാളെ ഇത് ഇപ്പോ 4 മണി ആയിട്ടുണ്ടെങ്കിൽ ബൈക്ക് പോലും കയറ്റില്ലെന്നാ പറയണം. ആളെ വെച്ചിട്ട് മാത്രമുള്ള പരിപാടി. ചാല് പോയിട്ട് വരാൻ പോണ റോഡ് ഉണ്ടെന്ന് തോന്നുന്നു. കൊച്ചിയുടെ ഭംഗിയൊക്കെ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ ഡിപ്പി വേൾഡ്. കപ്പലൊക്കെ എടുക്കുന്നുണ്ടോ. ന്യൂ ഇയർ ടൈമിൽ 2 രീതിയിലാണ് നമ്മൾ കൊച്ചിക്ക് പോകണത്. ഒന്നില്ലെങ്കിൽ 31-ാം തീയതിക്ക് മുമ്പ്, അല്ലെങ്കിൽ 31-ാം തീയതി ശേഷം. പ്രത്യേകിച്ച് 1-ാം തീയതി 2-ാം തീയതി ടൈമിലാട്ടോ. ഈ പക്ഷെ നേരത്തെ പോയി. എൻ്റെ 1 മില്യൺ. എനിക്കൊരു 1 മില്യൺ കിട്ടിയത് ഇവനെ കൊണ്ടാണ്. ഇതേ പോണത് എൻ്റെ 1 മില്യൺ. ഇവനാണ് ആ ജങ്കാറി കയറി ചാടി വന്നവൻ. 1 മില്യൺ പോണു. 1 മില്യൺ. അച്ഛൻ്റെ സുന്ദരി ഈ വണ്ടിയിലുണ്ടാവും. അപ്പൊ സുഹൃത്തുക്കളെല്ലാവർക്കും ടാറ്റ ബൈ ബൈ ട്ടാ.